ഒരുപാട് ചർച്ചാ വിഷയമായ കാര്യങ്ങൾ. കാരണം ലോക മുസ്ലിമീങ്ങളും മറ്റുള്ള ആളുകളുമൊക്കെ വളരെയധികം വിഷമത്തിലാണ്. കാരണം കറൻസിയുടെ പോക്കും അതുപോലെ തന്നെ ട്രംപിന്റെ വരവും ഇത് ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ട്രംപ് എന്ന ഒരു മനുഷ്യൻ വിജയിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് വളരെ ദുഃഖമാണ്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ മുമ്പ് പറഞ്ഞു വെച്ചിരുന്നു, ഞാൻ ഭരണത്തിൽ വന്നാൽ ഒരു മുസ്ലിമീങ്ങളെയും ജീവിക്കാൻ വിടുകയില്ല. ഇപ്പോൾ അവൻ വിജയിച്ചപ്പോൾ അവൻ ഒരുപാട് ക്രൂരതകൾ, അവന്റെ ധിക്കാരങ്ങൾ ഇവിടെ കൊണ്ടുവരുമോ എന്ന പേടിയിലാണ് ഓരോരുത്തർ. അല്ലാഹുവിന്റെ ശത്രുക്കളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരു ദിവസം ഒരു നിമിഷം കൊണ്ട് ഒരു വാക്ക് പറഞ്ഞപ്പോൾ നാമൊക്കെ ഉപയോഗിച്ചിരുന്ന 1000-ന്റെയും 500-ന്റെയും നോട്ട് അത് ഒന്നുമല്ലാതെ ആയിത്തീരുന്നില്ല. ഒരു കടലാസായി മാറിപ്പോയി. വെറും ഒരു വാക്കുകൊണ്ട്, നരേന്ദ്രമോദിയുടെ ഒരു വാക്കുകൊണ്ട് അതൊരു കടലാസായി മാറിയിരിക്കുകയാണ്. നാമൊക്കെ ചിന്തിക്കണം, നാം ഇത്ര കാലം ഈ ദുനിയാവിൽ ഉപയോഗിച്ച ഈ പണം, ഈ കറൻസി, അവന്റെ ഒരു വാക്കുകൊണ്ട് ഇവിടെ ഒന്നുമല്ലാതെ ആയിത്തീർന്നാൽ നാമൊക്കെ ചിന്തിക്കേണ്ടത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമല്ല. കാരണം അതിൽ നമുക്ക് ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പണത്തിന്റെ മൂല്യങ്ങൾ, അതിനുള്ള വില എത്രയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. ഒരു വാക്കുകൊണ്ട് ഒരു കടലാസായി മാറിത്തീരുന്ന ഈ പണം, എന്നാൽ പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇത് ആരും എന്ത് വാക്ക് പറഞ്ഞാലും എത്ര വിമർശിച്ചാലും അതിന് ഇതുവരെ പോലും കേൾക്കുന്നില്ല. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. നാലെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ ഈ ചെലവഴിച്ച പണങ്ങൾ ഉണ്ടല്ലോ, ഈ പണത്തിൽ ഒരു വിലയുമില്ല എന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വേചാറില്ല. കാരണം എന്താണ്? ദീനിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നാളെ ആഖിറത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവും നമുക്കില്ല. അമേരിക്കയിൽ ആര് പ്രസിഡന്റ് വന്നാലും നമുക്ക് പ്രശ്നമല്ല. കാരണം എന്താണ്? നമ്മൾ നമ്മുടെ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ റബ്ബ് പറഞ്ഞതായ കാര്യങ്ങൾ